عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സമാദരണീയരും പണ്ഡിത വര്യരുമായ നമ്മുടെ ചേരക്കാട് ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രഗത്ഭരായ അധ്യക്ഷർ, നമ്മുടെ പാറക്കൽ അബ്ദുള്ള സാഹിബ് നച്ചാട്, പ്രിയങ്കരനായ നമ്മുടെ മോഹൻ മാസ്റ്റർ, മറ്റ് ഈ സ്ഥലം സംഭാവന നൽകിയ നമ്മുടെ ഹാജി, ഇവിടെയുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്തുക്കളെ, വിദ്യാർത്ഥികൾ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSS, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ത്വയ്ബ മൻസിൽ അതിൻ്റെ താക്കോൽ ദാനം ഇവിടെ നിർവഹിക്കപ്പെടുകയുണ്ടായി. അല്ലാഹു അതിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഇങ്ങനെയുള്ള ദാന ധർമ്മങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ജീവിതത്തിൻ്റെ, അല്ലാഹു നമുക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റു സ്വാധീനം, ആരോഗ്യം, ഇതൊക്കെ നൽകിയാൽ അതിൽ മറ്റുള്ള ആളുകൾക്കും അവകാശമുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സദഖയും ദാനധർമ്മങ്ങൾ അത് മറ്റുള്ളവരുടെ അവകാശം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുക. ഇവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, ഏറ്റവും നമ്മുടെ ഓരോ മഹലിലെയും ആളുകൾ, നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അനാഥകളുണ്ടാകും, അഗതികളുണ്ടാകും, വിധവകളുണ്ടാകും, അതേപോലെ തന്നെ മറ്റ് അഭയാർത്ഥികളുണ്ടായിരിക്കും. അതേപോലെ തന്നെ പല വിധത്തിലും നമുക്കിവിടെ ജീവകാരുണ്യ പ്രവർത്തനം നൽകേണ്ടതുണ്ട്. SKSSനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഈ സംഘടന നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ പിന്നോക്കം നിൽക്കുന്ന ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് IAS അതുപോലെ തന്നെ IPS വരെയുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി ക്ലാസ്സുകളും ഉത്ബോധന പ്രസംഗങ്ങളും നടത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം ജനങ്ങളെ മറ്റ് നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ കോളേജുകൾ, അതിൻ്റെ ക്യാമ്പസുകളിൽ പോയിക്കൊണ്ട് ലഹരി കടിമയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ അധപ്പാനത്തിൻ്റെ വിഷം തീണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലെ വളർന്ന് വരാനിരിക്കുന്ന സമൂഹത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ എടുത്ത് പറയത്തക്ക ഒന്നാണ്. ഇന്ന് പലയിടങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ അതിലേക്ക് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നു.
അതിന് എഡിറ്റുകളായിക്കൊണ്ട് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നാം അതിൽ നിന്ന് ഈ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് ആദ്യമായി നാം പഠിക്കുന്നത്, കേൾക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളും ആ വചനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ ഒരു സമ്പത്താണ് വിദ്യ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതെന്താണ് നമ്മെ പഠിപ്പിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി അള്ളാഹു നൽകിയ ആ മോചിസത്ത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം അമാനുഷികമായ കഴിവുകൾ, മോചിസത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാം നമ്പർ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ആദ്യത്തെ നിർദ്ദേശമാണ്, ആഹ്വാനമാണ്, വായിക്കുക, പഠിക്കുക. അതേപോലെ തന്നെ പേന കൊണ്ട് എഴുതുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാം പഠിച്ച് മനസ്സിലാക്കേണ്ട കാലഘട്ടത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ വളർച്ച, നമ്മുടെ ഉയർച്ച, അതിൻ്റെ അടിത്തറ വിജ്ഞാനമാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാ വിധത്തിലുള്ള നാമങ്ങളെയും നാം പഠിപ്പിച്ചു എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ അറിവിലൂടെയാണ്. അപ്പോൾ മനുഷ്യൻ അല്ലാഹു മറ്റുള്ള ജീവജാലങ്ങൾക്കില്ലാത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വിശേഷബുദ്ധി. ആ ബുദ്ധി നൽകിയത് മനുഷ്യന് അറിവ് സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. അതിനെ അവൻ പാകപ്പെടുത്തിയാൽ, അതിനെ ഉപയോഗിച്ചാൽ, അതിനെ മാറ്റുകൂട്ടുന്നത് അറിവാണ്. അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ബുദ്ധി തുറുമ്പ് പിടിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എത്ര വേണമെങ്കിലും ആ ബുദ്ധിയിലേക്ക് അവന് അറിവ് നിറക്കുവാനുള്ള ഒരു സംവിധാനമാണ് ബുദ്ധിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യനേക്കാൾ വണ്ണവും വലിപ്പവുമുള്ള ജീവജാലങ്ങളെപ്പോലും മെരുക്കുവാനുള്ള കഴിവ് മനുഷ്യനെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ ആ വിശേഷ ബുദ്ധിയിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ SKSSF ആത്മീയ ഭൗതികമായ വിജ്ഞാനം, അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ നശീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ SKSSFൻ്റെ ഏറ്റവും നല്ല ഒന്നാമത്തെ അജണ്ട അത് നിർമ്മാണ പ്രവർത്തനമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ വീട് ദാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വീട് കൊടുത്താൽ അള്ളാഹു തീർച്ചയായിട്ടും നാളെ നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നൽകും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. അതേപോലെ രോഗിയെ ചികിത്സിക്കുക, രോഗമുള്ളിടത്ത് ആ രോഗിയെ കാണുക, ഇങ്ങനെ പല ബാധ്യതകളും നമുക്കുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് അവർക്ക് മരുന്ന് വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുമുള്ള സന്തതിയും ഈ SKSF ധാരാളം ഡെയിലി സെൻ്ററുകളും അതേപോലെ തന്നെ ആംബുലൻസും മറ്റും ഇവിടെ നടത്തിക്കൊണ്ട് രോഗികളെ സഹായിക്കുന്ന ഒരു വലിയ പ്രവർത്തനം കൂടി SKSSF നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഇതിനുണ്ടാവും, ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. KMCCയും ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെയും സഹായിച്ചു എന്ന് അറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർക്ക് അള്ളാഹു അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ ജോലിയിലും അവരുടെ കച്ചവടത്തിലും മറ്റു കാര്യത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു വലിയ കാര്യം ചെയ്തതിൽ അവരെ മുഗ്ധകണ്ണം പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന്
ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി കോട്ടപ്പള്ളിയുടെ മണ്ണിലേക്ക് ആദ്യമായി വിരുന്നെത്തിയ അഭിവന്ദ്യ നായകനെ കോട്ടപ്പള്ളിയുടെ മക്കൾ ഹൃദയം കൊണ്ട് ആദരിക്കുകയാണ്. അഭിവന്ദ്യ നായകനുള്ള ഉപഹാര സമർപ്പണത്തിന്റെ വേണ്ടി പടിഞ്ഞാറയിൽ ഹമീദ് ഹാജിയെയും കാഞ്ഞിരക്കണ്ടി മൊയ്തീൻ മുസ്ലിയാരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയും വിനയ പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി വേദിയിൽ നടക്കുന്നത് സപ്ലിമെന്ററി പ്രകാശനമാണ്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് സപ്ലിമെന്ററി നൽകി ചുണ്ടയിൽ മൂസ സാഹിബ് അതിന്റെ കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംഗമത്തിൽ ആശംസാ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി പാറക്കൽ അബ്ദുള്ള സാഹിബിനെ അധ്യക്ഷന് വേണ്ടി വിനയ പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകൾ, പ്രിയപ്പെട്ട അധ്യക്ഷൻ ചുണ്ടയിൽ മൊയ്തീൻ ഹാജി സാഹിബ്, ആദരണീയനായ പണ്ഡിത ശ്രേഷ്ഠൻ ചേലക്കാട് മുസ്ലിയാർ അവരുകളെ, വേദിയിലെ വിശിഷ്ടരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പുണ്യമായ ഒരു സദസ്സാണിത്. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഒരു വീടിൻ്റെ താക്കോൽദാനം ഇവിടെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. SKSSF ഏറെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ഒരുപാട് നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മകളെ തടയാനും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ ശ്രേഷ്ഠകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ വിദ്യാർത്ഥി സമൂഹത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സംഘടനയാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇതുപോലെ പ്രവർത്തിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനം തീർച്ചയായും സർവശക്തനായ തമ്പുരാൻ ഇതൊക്കെ നാളെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും യാതൊരു ഭൗതിക താല്പര്യവുമില്ലാതെ തീർത്തും ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന ആ ഒരു ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം സമൂഹത്തിൽ ഏറെ ഏറെ
ഗുണകരമായ പ്രവർത്തനമാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി സംഗമത്തിന് ആശംസാ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി കടത്തനാടൻ മണ്ണിലെ പാണ്ഡിത്യത്തിന്റെയും വിനയത്തിന്റെയും ആൾരൂപം ചേലക്കാട് ഉസ്താദിനെ സർവാദരവുകളോടെയും അധ്യക്ഷന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد മഹത്തായ അതിധന്യമായ ഒരു വേദി, ഈ മഹത്തായ വേദിയിലെ മഹാനായ അധ്യക്ഷൻ അവരുടെ മഹാനായ കേരള മുസ്ലിംകളുടെ ആത്മീയ നേതാവായ പാണക്കാട് ഹൈദരലി ശംഖാവതങ്ങൾ അവരുകൾ, നേതാക്കന്മാരായ പാറക്കൽ അബ്ദുള്ള, അതുപോലെ മഹാനായ മഹമ്മൂദ് സൈദി ഉസ്താദ്, നൊച്ചോളി അബ്ദുള്ള സാഹിബ്, മറ്റ് പല നേതാക്കന്മാരും പല പ്രമുഖരും ഒരുമിച്ച് കൂടിയ ഒരു വേദിയാണ്. ഈ വേദിയിൽ ഉപരിഷ്ടരായ നേതാക്കന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, ഇസ്ലാമിക ദൃഷ്ട്യാ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ വളരെ പ്രാധാന്യമുള്ള വിദ്യാർത്ഥി സംഘടന SKSSFന്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ വളരെയധികം ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ നാട്ടിലുള്ള നേതാക്കന്മാർ, നല്ലവരായ ദീനീ സേവകന്മാർ, ഉദാരമതികൾ അവർ നിർമ്മിച്ചുണ്ടാക്കിയ ഈ വീട് എന്ന് പറഞ്ഞാൽ വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാദാമൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. മാദാമൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരു സഹോദരന്റെ സഹായത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴെല്ലാം നിലകൊള്ളുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ സഹായത്തിലാണ് അവനെന്ന് വ്യക്തമായ സഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വലിയ സഹായം ഈ പ്രവർത്തകന്മാർക്ക്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് ധനപരമായും ശാരീരികമായും മറ്റു വിധത്തിലെല്ലാം തന്നെ ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. എല്ലാം തന്നെ മഹാനായ തങ്ങളവരുകൾ SKSSF എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണല്ലോ. വിജ്ഞാനം ആദ്യം ലോകത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു സംഗതി വിജ്ഞാനം നൽകുക എന്നുള്ളതാണ്. മഹാനായ തങ്ങളവരുകൾ വഅല്ലമ ആദമൽ അസ്മാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിൻ്റെ, ആദം നബി എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യൻ, പ്രഥമ പ്രവാചകനും
ആദിമ മനുഷ്യനുമായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗതികളെല്ലാം പഠിപ്പിച്ചു. അസ്മാവ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളുമാണ്. അപ്പോൾ ലോകത്തിന് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിദ്യ പഠിപ്പിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥി സംഘടന വിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ വിദ്യാസ്ഥാപനങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ശ്രമത്തിലാണ് സമുദായ നേതാക്കന്മാരെല്ലാം തന്നെ. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു ഫോൺ മുഖേന ഒരാളോട് വിളിച്ചു പറഞ്ഞപ്പോൾ വിദ്യാസ്ഥാപനത്തിന് വേണ്ടി കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ സാധാരണ ഞാൻ പോകാറുണ്ട് ജാമ്യയിൽ മുതലിസാകുന്ന കാലത്ത്, പേരുകൾ വേഗം ഓർമ്മ വരുന്നില്ല, എൻ്റെ മകനും അതിൻ്റെ പ്രവർത്തനത്തിലാണ്. ഒരു സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൺ ചെയ്തപ്പോൾ ഒരു വ്യക്തി കൊടുത്തത് തങ്ങൾ തന്നെ അത്ര കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 15 ഏക്കർ സ്ഥലം വിദ്യയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അത് അടക്കാക്കുണ്ടിൽ ബാപ്പുഹാജി എന്ന് പറയുന്നൊരു ബാപ്പുഹാജി, കേരളത്തിൻ്റെ 2ാം ബാപ്പുഹാജി എന്ന് പറയാം. വലിയ സംഭാവന. ജാമിയ നൂരിയ അറബിക് കോളേജ് അതിനു വേണ്ടി സ്ഥലം ആദ്യമായി നിർമ്മിച്ച ബാപ്പുഹാജി സ്ഥലം കൊടുത്ത അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ജാമിയയിൽ മുതലിസാകുന്ന കാലത്ത് ഞാൻ ആ തോട്ടത്തിൽ വൈകുന്നേരം ഇങ്ങനെ നടക്കാറുണ്ട്. ആ നടന്നാൽ തെങ്ങിങ്ങനെ നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയുള്ള ആ ബാപ്പുഹാജിൻ്റെ ശേഷം 15 ഏക്കർ സ്ഥലം ഹൈദരലി തങ്ങളെ ഒറ്റ ഫോണിൽ കൂടി ഇത് തന്നെ പോരെ പാണക്കാട് സയ്യിദന്മാരുടെ സേവനത്തിന് മഹാനായ ഹൈദരലിയുടെ തങ്ങളുടെ ഒരു ഒറ്റ ഫോണ് കൊണ്ട് 15 ഏക്കർ സ്ഥലം അവിടെ 41 കോടിൻ്റെ കോംപ്ലക്സിൻ്റെ പണി തുടങ്ങി. കുറെ ഉദ്ഘാടനം ഒരു നിലയുടേത് കഴിഞ്ഞിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദീനീ വിജ്ഞാനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരും അതുപോലെ സമുദായ നേതാക്കന്മാരും അങ്ങനെ അധ്യാപനം നടത്തിയ ആദ്യത്തെ അധ്യാപകൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅല്ലിമാവുക എന്നുള്ളത്, ഒരു വിജ്ഞാനം നൽകി പഠിപ്പിക്കുന്ന ആളാവുക എന്നുള്ളത് വളരെ വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സംഗതിയാണത്. ആദമിനെ സൃഷ്ടിച്ച് രണ്ടാമതായും കൊണ്ട് വിജ്ഞാനം നൽകി, മൂന്നാമതായും കൊണ്ട് വിജ്ഞാനത്തെ ബഹുമാനിക്കണമെന്നുള്ള തത്വമാണ് മൂന്നാമത് ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത്. ആ തത്വം കാണിച്ച് അത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് അതിന് നിർദ്ദേശിച്ച നിർദ്ദേശപ്രകാരം നടക്കാത്ത ആളാ അത് കഠിനമായി ശിക്ഷിച്ച് എല്ലാത്തിലും അദ്ദേഹത്തിന് പുറത്താക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നെല്ലാം ഇന്നെ അലൈക്കൽ അനത്തി ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് ദിവസം വരെയും നീ എൻ്റെ ശാപത്തിനും കോപത്തിനും അർഹനാണ്. അങ്ങനെയുള്ള വിദ്യാ പ്രസ്ഥാനത്തെയും വിദ്യ നൽകുന്ന ഉസ്താദന്മാരെയും ഉസ്താദിനെ നിന്ദിക്കുക എന്നുള്ളതാണ് ഇബ്ലീസിന്റെ വക്കൽ നിന്ന് ആദ്യമായിട്ടുണ്ടായത്. ഉസ്താദിനെ ബഹുമാനിക്കണമെന്നുള്ളതാണ് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തത്വം. അങ്ങനെയുള്ള ഉസ്താദിനെ ബഹുമാനിക്കാത്തവൻ എന്നും നിലനിൽക്കുന്ന അർഹമാണ്, എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാണ് എന്നുള്ള തത്വം മനസ്സിലാക്കാൻ ഒരു വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ വിജ്ഞാനം നൽകുക എന്നുള്ള വിജ്ഞാനം അത് വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅല്ലിമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമായി വളരെ വലിയ അഭിമാനത്തോടുകൂടെ നബി പറഞ്ഞ ഒരു വാക്കാണ്, വഇന്നമാ ബുഇസ്തു മുഅല്ലിമാ,
ഒരു അധ്യാപകനായും കൊണ്ട് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ജനപ്രബോധനത്തിന് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വലിയ അഭിമാനത്തോടുകൂടെ. അപ്പം മുഅല്ലിം പ്രസ്ഥാനം വലുതാണ്. മുഅല്ലിമായി എന്നെ അയക്കപ്പെട്ടു. അങ്ങനെയുള്ള ഇൽമിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാർത്ഥി സംഘടനയാകുന്ന, അത് തന്നെ ഇൽമി പഠിക്കുന്ന സംഘടന എന്നല്ലേ, അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനയാകുന്ന SKSSF മഹാനായ ശംസുൽ ഉലമ, അതുല്യ പണ്ഡിതൻ, അതുല്യ നേതാവ്, ആ അതുല്യ നേതാവ് മഹാനായ വിലായത്തിൻ്റെ പദവിയിൽ ഉയർച്ചയിലെത്തിയ മഹാനായ ശൈഖ് തങ്ങൾ അവരുകൾ SKSSFിൻ്റെ നേതൃത്വം ഔലിയാക്കന്മാർക്ക് നേരിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എത്രയോ തരീഖത്തുകളുടെ ശൈഖായ ഔലിയാക്കന്മാരുടെ റൂഹുകളുമായിട്ട് സംഭാഷണം നടത്തുന്ന, പല മക്ബറയിലുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരുമായിട്ട് നല്ല വ്യക്തമായ നിരക്ക് സംസാരിച്ച പെരുങ്ങത്തൂരി അരിയിൽ കൂപ്പി തങ്ങൾ അവர்களுമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് മഹാനായ ശംസുൽ ഉലമ. ഒരു പണ്ഡിതൻ മാത്രമല്ല, ഒരു നേതാവ് മാത്രമല്ല, എല്ലാ മഹത്വങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് മഹാനായ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമ SKSSFിൻ്റെ നേതൃത്വം അത് രൂപീകൃതമായ അവസരത്തിൽ അത് ഔലിയാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ആ യോഗത്തിലുണ്ട്. ഏൽപ്പിച്ച് കൊടുക്കുന്ന അവരോട് ആവശ്യപ്പെട്ട യോഗത്തിൽ ഞാനുണ്ട്. കണ്ണൂര് കാമ്പത്താറിൽ വലിയൊരു മഹാസമ്മേളനം, ഇതിൻ്റെ രൂപീകരണ അവസരത്തിൽ SKSSF 89 രൂപീകരിച്ച സംഘടനയാണ്. ആ യോഗത്തിൽ മഹാനായ ശംസുൽ ഉലമ വലിയ സമൂഹത്തെ സാക്ഷി നിർത്തിയും കൊണ്ട് സമസ്തയുടെ പ്രമുഖരായ അന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖ പണ്ഡിതരായ കോയോട് പിന്നെ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ സദസ്സിൽ ശൈഖുനാന്റെ ശിഷ്യരാണ്. അവരെയെല്ലാം സാക്ഷി നിർത്തിയും കൊണ്ട് 4 മൈൽ അപ്പുറത്തുള്ള മഹാനായ ബുഖാരി മൗലാ തങ്ങളവറുകൾ, കണ്ണൂർ സിറ്റിയിലാണ് മൂപ്പുറ മക്ബറ. ആ മഹാനെ നേരെ വിളിച്ചുകൊണ്ട് ഹയാത്തുള്ളവരോട് സംസാരിക്കുന്ന മാതിരി, മൗലാ തങ്ങളെ, ഞങ്ങളുടെ ശൈഖ് നേതാവായ തങ്ങളവറുകളെ, ഞങ്ങളുടെ ഈ സംഘടന, കുട്ടികളുടെ സംഘടന SKSSF അവിടുത്തെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളിതാ അങ്ങോട്ട് ഏറ്റെടുക്കണമെന്ന് മഹാനായ ശംസുൽ ഉലമ പ്രഖ്യാപിച്ച ആ യോഗത്തിൽ ഞാനുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ വിദ്യാർത്ഥികളുടെ സംഘടനയാണെങ്കിലും വൈകിയ വന്ന സംഘടനയാണെങ്കിലും അതിനുശേഷം അതിൻ്റെ ബാലവേദിയും മറ്റുമേ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള സംഘടനയ്ക്ക് വലിയ സംഘടനയുടെ ഉയർച്ച, പല കാരുണ്യ പ്രവർത്തനങ്ങളും നടത്താൻ അവർക്ക് സാധിക്കാനും ഇതെല്ലാം മഹാനായ ശംസുൽ ഉലമായുടെ തൃപ്തിയിലും വിലായത്തിൻ്റെ ആൾക്കാരുടെ നേതൃത്വത്തിലുമായിട്ട് രൂപീകൃതമായതും വളർന്നു വരുന്നതും സംഘടനയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തകന്മാർ, വിദ്യാർത്ഥികൾ, സംഘടനയുടെ നേതാവ്, SKSSFിൻ്റെ പ്രവർത്തകന്മാർ, അവർ ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങളും അതിന് നാട്ടിലുള്ള വയസ്സന്മാരായ, നാട്ടിലെ നേതാക്കന്മാരായ, സാമൂഹ്യ പ്രവർത്തകരായ, നാട്ടിലുള്ള കമ്മിറ്റി ഭാരവാഹികളും പ്രായമുള്ളവരുമായ ആളുകളെല്ലാം തന്നെ, സ്ത്രീകളടക്കമുള്ളവർ, ഇത് നമ്മുടെ മക്കളാണ്, ദീനിൻ്റെ മക്കളാണ്, ഇവരോട് സഹകരിക്കണം, ഇവരെന്ത് പറയുന്നുവോ അത് അംഗീകരിക്കണമെന്നുള്ള വിചാരത്തോടു കൂടെ നമ്മളെ മക്കളാണ് എന്നുള്ള നിലക്ക് ഇവിടുത്തെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുക എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ട്യാ വലിയ ഗുണമുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനോട് സഹകരിച്ചവർക്ക്, ഇതിനു വേണ്ടി ത്യാഗം ചെയ്തവർക്ക്, ധനം ചെലവാക്കിയവർക്ക് എല്ലാം തന്നെ ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന്
ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സംഗമത്തിന്റെ ആശംസാ ഭാഷണം നടത്തുന്നതിന് വേണ്ടി അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ മാസ്റ്ററെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനും ആദരണീയനുമായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകൾ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, മഹത്തായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആതുര സേവന രംഗത്ത് ഇതുപോലെ മഹത്തരമായ ഒരു ചടങ്ങ് വളരെ അപൂർവമായാണ് നാം കണ്ടുവരാറ്. ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് തന്നെ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നു. ഈ പ്രദേശത്തുകാരനല്ലാത്ത അന്യനാട്ടിൽ നിന്നിവിടെ കുടിയേറിയ ഒരു പാവപ്പെട്ടവന് തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയും ആ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ സ്ഥലം വലിയൊരു ഭൂപ്രപാടിയൊന്നും അല്ലാത്ത സാധാരണഗതിയിലുള്ള സാധാരണക്കാരനായ ഒരു വ്യക്തി സംഭാവനയും ചെയ്ത് അവിടെ ഒരു വീട് നിർമ്മിക്കാനുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് SKSSF എന്നൊരു വിദ്യാർത്ഥി സംഘടന, മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ വ്യത്യസ്തമായി ആതുര സേവന രംഗത്ത് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വിദ്യാർത്ഥി സംഘടനയുടെ ഈ മഹത്തായ പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നാളെയും നടത്താൻ ഇതുപോലെയുള്ള സംഘടനകൾ മുമ്പോട്ട് വരുന്നതിന് ഇവരുടെ ഈ പ്രവർത്തനം ഒരു മാതൃകയായി തീരട്ടെ എന്നീ മഹത്തരമായ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനം. അടുത്തതായി സംഗമത്തിന് ആശംസാ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി SYS സംസ്ഥാന ഉപാധ്യക്ഷൻ CH മഹ്മൂദ് സാദി ഉസ്താദിനെ പ്രസംഗ പീഠത്തിലേക്ക് ആദരപൂർവ്വം അധ്യക്ഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. സമാദരണീയരായ അധ്യക്ഷൻ, മറ്റു പ്രഗത്ഭരായ നേതാക്കന്മാരെ, സഹോദര സഹോദരിമാരെ, സ്നേഹിതന്മാരെ, കോട്ടപ്പള്ളി ശാഖ SKSFന്റെ ആഭിമുഖ്യത്തിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് മാതൃകയാകാം വണ്ണം അത് ഗംഭീരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഒരു വീടില്ലാത്ത ഒരു കുടുംബത്തിന് വീട് നൽകുക എന്നത് ആത്മീയ ആചാര്യന്മാർ ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഏറ്റവും നല്ല നടപ്പുകളിലൊന്നാണ്. മഹാനായ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി, അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങൾ ഇന്ത്യ രാജ്യത്ത് കടന്നു വരുമ്പോൾ അന്ന് പാവപ്പെട്ടവരൊന്നും പണക്കാരെന്നോ അല്ല, ജാതിയുടെ പേരിൽ ഒരു ഉമ്മ പെറ്റ മക്കളെ വ്യത്യസ്ത തട്ടുകളാക്കി
വേർതിരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് പശുവിനെ വളർത്താനോ കുടിക്കാനോ പാടില്ല. കമ്പിളി വസ്ത്രം പുതക്കാനുള്ള അധികാരം പോലും താഴ്ന്ന ജാതിക്കാർക്കുണ്ടാവാത്തൊരു കാലം. മഹാനായ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി തൻ്റെ വീട്ടിൻ്റെ കവാടങ്ങൾ എല്ലാ മനുഷ്യർക്കായി തുറന്നു കൊടുത്തു. ആർക്കും ആ വീട്ടിൽ കയറി വരാം. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാം, കുടിക്കാം. എല്ലാ മാരകമായ രോഗത്തിനും അവിടെ നിവാരണമുണ്ട്. മഹാനായ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സ നിർണയിച്ചുകൊണ്ട് ഒരുപാട് യാതന അനുഭവിക്കുന്ന കക്ഷികളെ കരകയറ്റിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ പ്രവർത്തനം. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്ഥിതി അതാണ്. മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ, തങ്ങളുടെ ഈ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിടിച്ചു കൊണ്ടുവന്ന് അതിനെ രോഗം പിടിച്ച ഭാഗങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ. അത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനം. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണുകൊണ്ടായിരിക്കണമെന്ന നിയമം ശരിയാണ്. നായ മാറ്റി നിർത്തപ്പെടുന്ന ജീവിയല്ല നായ. നായയുടെ നല്ല സ്വഭാവങ്ങൾ ഒരുപാട് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പകർത്താൻ ഉതകുന്നതാണ്. അങ്ങനെയുള്ള നായ നീട്ടജീവിയായി മാറ്റി നിർത്താതെ ആ നായയെ കൂട്ടിക്കൊണ്ടുവന്നും അതിനെ പിടിച്ചുകൊണ്ടുവന്നും അതിനെ മരുന്ന് വെച്ച് കെട്ടുകയും കുളിപ്പിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു മഹാനായ റിഫായി അഹമ്മദ് റിഫായി തങ്ങൾ ഇവരുടെ പ്രവർത്തനം. അങ്ങനെ ഏതൊരു ഔലിയാക്കന്മാരുടെയും പ്രവർത്തനം അങ്ങനെയാണ്. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുക. നേരത്തെ പാറക്കൽ മലയാളത്തിൽ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഒരു ഹദീസിന്റെ വിവക്ഷയാണ് അദ്ദേഹം മലയാളത്തിലെ ഇവിടെ നമ്മൾ സദസ്സിനെ അറിയിച്ചത്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുക. യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശലോകത്തിലെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി കരുണ കാണിക്കും. ഈ ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇന്ത്യ രാജ്യത്ത് 90 ലക്ഷം ആളുകൾ മഹാനായ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ കരങ്ങളുടെ ഇസ്ലാം എന്ന് വിശ്വസിച്ചത്. വിദ്വേഷം വെച്ച് വളർത്തിയിട്ടല്ല, അദ്ദേഹം പണം വിതറിയിട്ടല്ല. ഇതൊന്നുമില്ലാതെ തന്റെ ജീവകാരുണ്യ പ്രവർത്തനം ആയിരങ്ങളെ ലക്ഷങ്ങളെ അത് ആകർഷിച്ചു എന്നതായിരുന്നു ഇസ്ലാമിന്റെ ചരിത്ര പശ്ചാത്തലം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മളെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ സുദൃഢമാണ്. നാം ഈ പ്രവർത്തനം നാം കണ്ടത് ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രി നിലനിർത്തിക്കൊണ്ട് പരസ്പരം കണ്ടാൽ പുഞ്ചിരിക്കാനും സല്ലപിക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥ നാം നേടിയെടുക്കണം. ഇവിടെ ഹിന്ദു അന്യനല്ല, മുസ്ലിം അന്യനല്ല, എല്ലാവരും ഒരു അമ്മയുടെ മക്കളാണ്. കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. ആദം മണ്ണിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് മണ്ണിന്റെ നിറവ്യത്യാസം അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച് ആളുടെ നിറത്തിനും രീതിക്കും മാറ്റമുണ്ടാകുമെന്നല്ലാതെ എല്ലാവരും ആദമിന്റെ സന്താനങ്ങളാണ്. ഒരാദമിന്റെ സന്താനം മക്കൾ എന്ന നിലയിൽ ജ്യേഷ്ഠാനുജന്മാരാണ്. ഇവിടെ ആരും അന്യരല്ല. എല്ലാവരോടും സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി വർത്തിക്കാൻ തയ്യാറായാൽ തന്നെ ഈ രാജ്യത്ത് ഭീകരത്വം അതിവിടെ നടക്കാൻ പോകുന്നില്ല. SKS പോലുള്ള സംഘടനകളെയും ചെയ്യേണ്ട കാര്യം അതാണ്. തീർച്ചയായും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കണം. വീട്ടുകാരൻ പട്ടിണി കിടക്കുമ്പോൾ അവന് പട്ടിണി കിടക്കാൻ അവസരം ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ കക്ഷികളുടെയും പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായി മുസ്ലിം വീടുകൾ മാറണം. ആരോടും വിദ്വേഷം പാടില്ല, ആരോടും സ്നേഹത്തിൽ മാത്രമേ വർത്തിക്കാൻ പാടുള്ളൂ. ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കേരളത്തിൽ കൊണ്ടുവന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിം വിഭാഗത്തിനും മുസ്ലിങ്ങളുടെ പൊതുവേദിയാണ്. ഏത് രാഷ്ട്രീയ വ്യത്യസ്തമായ പാർട്ടികൾക്കും ഏത് ചിന്താഗതിക്കാർക്കും അണിനിരക്കാൻ പറ്റുന്ന മഹത്തായ പ്രസ്ഥാനം. അതുകൊണ്ട് 1924 രൂപീകൃതമായ പ്രസ്ഥാനം അച്ചടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരെ നമ്മുടെ രാജ്യത്ത് വാർത്തെടുക്കാൻ ഈ സംഘടനക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ആലപ്പുഴ സമ്മേളനം, ആ സമ്മേളനം നമുക്കറിയാം. ആ സമ്മേളനത്തിൽ എല്ലാ പത്രങ്ങളും എഴുതി
ഇത്ര അച്ചടക്കമുള്ള ഒരു വിഭാഗത്തെ അവർ കെട്ടിപ്പടുക്കാൻ സാധിച്ചു എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ വിജയം. അത്തരത്തോളം എല്ലാവരും വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന, ഒരിക്കലും ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഒരൊറ്റ ഭീകരാന്തരീക്ഷവും ഇവിടെ സംജാതമാവില്ല, നടക്കാൻ അനുവദിക്കുകയില്ല. സമാധാനം മാത്രമേ പാടുള്ളൂ. അന്യ ആൾക്കാരുടെ വീടുകൾ കൊള്ളയടിക്കാനും അന്യ വീട്ടിൽ അന്യ ആൾക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കട്ടുകൊണ്ടുപോകാനോ പാടില്ല എന്നാണ് നാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേരളത്തിന്റെ ഔദാര്യമാണ്, അള്ളാഹു നൽകിയ ഒരു ഔദാര്യമാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവിടെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല, സമാധാനം നിലനിൽക്കും, സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.